പ്രമാദമായ കേസുകെട്ടുകൾ തീർപ്പാക്കുന്നതിൽ കേരള പോലീസ് എന്നും മിടുക്ക് കാണിക്കാറുണ്ട്. ശാസ്ത്രീയമായ അന്വേഷണ രീതികളും കൃത്യമായ കണക്കുകൂട്ടലുകളും സമർത്ഥമായ തെളിവ് ശേഖരണമൊക്കെയായി യഥാർത്ഥ പ്രതികളിലേക്ക് കേരള പോലീസ് എത്തിച്ചേരുക അമ്പരപ്പിക്കുന്ന വേഗതയിലാണ്. മുമ്പ് പ്രമാദമായ പല കവർച്ച, കൊലപാതക കേസുകൾ തെളിയിക്കുന്നതിലെല്ലാം മിടുക്ക് കാണിച്ച കേരള പോലീസിന്റെ അന്വേഷണ മികവിലേക്ക് വലിയ വാർത്തയായ മറ്റൊരു കേസ് കൂടെ ചേർക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ നവംബർ 24-ന് കണ്ണൂർ വളപട്ടണത്ത് നടന്ന ഒരു വമ്പൻ മോഷണ വാർത്ത കേട്ടാണ് മലയാളികൾ ഉണർന്നത്. വളപട്ടണം സ്വദേശി അഷ്റഫിന്റെ വീട്ടിൽ നിന്നും 1 കോടി രൂപയും 300 പവൻ സ്വർണവും മോഷ്ടിക്കപ്പെട്ടു എന്ന ആ വാർത്ത കേട്ടവരെല്ലാം ഒരു നിമിഷമെങ്കിലും അമ്പരന്നു കാണണം. ആ 300 പവന്റെ മൂല്യം മനസ്സിലൊന്ന് ഗുണിച്ചു നോക്കി കാണണം. 1.5 കോടിയിലേറെ മൂല്യമുള്ള സ്വർണവും 1 കോടി രൂപയും കയ്യിലാക്കിയ കള്ളന്റെ നല്ല കാലമെന്ന് ചിലരെങ്കിലും ചിന്തിച്ചു കാണും. കുറുവാ സംഘഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമായതിനാൽ സ്വാഭാവികമായും മോഷ്ടാക്കൾ അവരാകാമെന്ന ചർച്ച ഒരു ഭാഗത്തും, ഇത്രയും മൂല്യമുള്ള സ്വർണവും പണവും വീട്ടിൽ സൂക്ഷിച്ച് ദിവസങ്ങളോളം വീട് പൂട്ടി പുറത്തുപോയ വീട്ടുടമസ്ഥന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചുമുള്ള ചർച്ച മറ്റൊരു ഭാഗത്ത് നടക്കവേ, ഇത്തരം ചർച്ചകളിൽ നിന്നെല്ലാം അകന്ന് അതീവ ജാഗ്രതയിൽ ആ പരിസരത്ത് ചിലരുണ്ടായിരുന്നു. കേരള പോലീസ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകിക്കൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്ത് കാക്കിയണിഞ്ഞ ഓരോ പോലീസുകാരനിലും ഈ വാർത്ത കേട്ടയുടൻ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക ഒരേ വികാരമായിരിക്കാം. ഞങ്ങളുടെ മൂക്കിൻ തുമ്പത്ത് വന്നൊരുത്തൻ ഷോ കാണിച്ചെങ്കിൽ അവനെ പൊക്കുക തന്നെ ചെയ്യുമെന്ന്. ഒട്ടും സമയം പാഴാക്കാതെ അതീവ ജാഗ്രതയിൽ പണി തുടങ്ങിയ പോലീസ് മോഷണത്തിന്റെ രീതിയും സമയവും പോലീസിനായി നൽകിയ സൂചനകളും സമന്വയിപ്പിച്ച് മോഷ്ടാവ് അഷ്റഫിനെ നന്നായി അറിയുന്ന ഒരാളാകാമെന്ന സാധ്യതയും പരിഗണിച്ചിരുന്നു. മോഷണ സ്ഥലത്തെ CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാവ് 2ാം തവണയും ആ വീട്ടിലേക്ക് കയറുന്നത് കണ്ടതോടെ പോലീസ് ഒരു കാര്യം സ്ഥിരീകരിച്ചു: മോഷ്ടാവ് ഒരു പ്രൊഫഷണൽ അല്ല എന്നും അയൽവാസിയോ നാട്ടുകാരനോ ആയിരിക്കാമെന്ന്. കാരണം പ്രൊഫഷണൽ കള്ളന്മാർ ഒരിക്കലും ഒരേ സ്ഥലത്ത് 2 തവണ മോഷ്ടിക്കാറില്ല. വീട്ടുടമസ്ഥൻ 19-ാം തീയതി വീട് അടച്ചിട്ട് പോകുമെന്നും 4-5 ദിവസങ്ങൾക്ക് ശേഷമേ തിരിച്ചു വരികയുള്ളൂ എന്ന കൃത്യമായ അറിവുള്ള ഒരാൾ മിക്കവാറും അത് ആ നാട്ടുകാരൻ തന്നെയായിരിക്കാമെന്നും യഥാർത്ഥ മോഷ്ടാവ് അവർക്കിടയിൽ ഉണ്ടാകാമെന്നുമുള്ള കണക്കുകൂട്ടലിൽ പോലീസ് അന്വേഷണത്തിന്റെ വ്യാപ്തി നാട്ടുകാരിലേക്ക് ചുരുക്കി. സംശയം തോന്നുന്നവരുടെ എല്ലാം ലിസ്റ്റ് എടുത്തു. ആവശ്യമെന്ന് തോന്നുന്നവരുടെ മൊഴിയെടുത്തു. അവരുടെ ജോലിയുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കി വെച്ചു. ഈ ഇൻഫർമേഷനുകൾ മോഷണ സ്ഥലത്തു നിന്ന് കിട്ടിയ തെളിവുകളുമായി ഒത്തുനോക്കിയ പോലീസ് അന്വേഷണത്തിന്റെ വ്യാപ്തി ഒന്നുകൂടെ കുറച്ചു. സംശയിക്കാവുന്ന ചിലരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത്തരത്തിൽ സംശയിക്കപ്പെട്ട ഒരാളായിരുന്നു അഷ്റഫിന്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ലിജീഷ്. മുൻ പ്രവാസിയും ഇപ്പോൾ വെൽഡിംഗ് ജോലിക്കാരനുമായ ലിജീഷിനെ പോലീസ് സംശയിക്കാനുണ്ടായ പ്രധാന കാരണങ്ങളിലൊന്ന് ലിജീഷിന്റെ ജോലിയും മോഷ്ടാവ് അഷ്റഫിന്റെ വീടിനകത്ത് കയറിയ രീതിയും തമ്മിലുള്ള ബന്ധം കണ്ടിട്ടാണ്. കാരണം വീടിന്റെ ജനൽ കമ്പി ഇളക്കി മാറ്റിയാണ് മോഷ്ടാവ് അകത്ത് കയറിയിട്ടുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കിയിരുന്ന പോലീസ് ഇത്തരത്തിൽ സമർത്ഥമായി ജനൽ കമ്പികൾ ഇളക്കി മാറ്റാൻ കഴിയുക ഒരു കാർപ്പന്റർക്കോ അല്ലെങ്കിൽ ഒരു വെൽഡർക്കോ ആയിരിക്കാമെന്ന് അനുമാനിക്കുന്നു. ഇവിടെ ലിജീഷ് വെൽഡിംഗ് ജോലിക്കാരനാണെന്നും വീട്ടുടമയുടെ നീക്കങ്ങൾ കൃത്യമായി അറിയുന്ന അയൽക്കാരനാണെന്നും പോലീസിന് ലിജീഷിന് മേലുള്ള സംശയം ഇരട്ടിപ്പിച്ചു. സംശയം ബലപ്പെട്ട പോലീസ് കൂടുതൽ തെളിവെടുപ്പിനായി ലിജീഷിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ആവശ്യമായ ചോദ്യം ചെയ്യലുകൾക്കും തെളിവെടുപ്പിനും ശേഷം മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ വാങ്ങി വിട്ടയച്ചു. ലിജീഷിന്റെ മൊബൈലിൽ നിന്നും ലഭിച്ച തെളിവുകളും മോഷ്ടാവിന്റെ വിരലടയാളങ്ങളുമായി ലിജീഷിന്റെ വിരലടയാളം മാച്ച് ആവുകയും CCTV ദൃശ്യങ്ങളോട് രൂപസാദൃശ്യം തോന്നുകയും ചെയ്തതോടെ കേരളം ആശ്ചര്യത്തോടെ കേട്ട കോടികളുടെ മോഷണത്തിന്റെ ചുരുളഴിഞ്ഞു. മോഷണശേഷം അവിടം വിട്ടുപോവാനോ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാനോ ശ്രമിക്കാതെ അവരിൽ ഒരാളായി തന്നെ നിന്ന ലിജീഷാണ് മോഷ്ടാവെന്ന് കേട്ട നാട്ടുകാർ അമ്പരപ്പിലാണ്. കേരള പോലീസിന്റെ സമർത്ഥമായ അന്വേഷണ മികവിൽ പിടിക്കപ്പെട്ട പ്രതി ലിജീഷിന് പക്ഷേ ഇത് ആദ്യത്തെ മോഷണമല്ല. 6 മാസം മുമ്പ് കീച്ചേരിയിലും ജനൽ കമ്പികളിളക്കി മാറ്റി ലിജീഷ് തന്റെ ആദ്യത്തെ മോഷണം നടത്തിയിരുന്നു. 2 മോഷണങ്ങളിലെയും സമാനത നിരീക്ഷിച്ച പോലീസിന്റെ ചോദ്യത്തിന് മുമ്പിൽ ലിജീഷിന് മോഷണം ഏറ്റുപറയുകയല്ലാതെ തരമില്ലായിരുന്നു. അതിസമർത്ഥമായി ഒരു കേസ് കൂടി തെളിയിച്ച കേരള പോലീസിനൊരു സെല്യൂട്ടോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു.